രാവിലെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതി റെഡിയായി വരുന്ന ആമിയെ ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് സമയം നോക്കി. മണി 7:30. ഇതെന്താ, നിന്നോട് ഇന്നും സാർ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്താ ഇപ്പോൾ തന്നെ ഇറങ്ങുന്നത്? ഇതെന്താ നിന്റെ കയ്യിൽ കവറ്? അവളുടെ തോളിൽ കിടന്ന ബാഗിലേക്കും കയ്യിലിരിക്കുന്ന കവറിലേക്കും നോക്കിക്കൊണ്ട് സ്വാതി ചോദിച്ചു. ഞാൻ ഓഫീസിലേക്കല്ല, പാർലറിലേക്കാ. രാവിലെ തന്നെ നീ എന്തിനാ ഐസ്ക്രീം പാർലറിലേക്ക് പോകുന്നത്? ഐസ്ക്രീം പാർലറിലേക്കല്ല, ബ്യൂട്ടി പാർലറിലേക്ക്. എന്തിന്? നിനക്ക് ഇന്നങ്ങനെയൊരു പരിപാടി ഉണ്ടെന്നൊന്നും നീ പറഞ്ഞില്ലല്ലോ ഇന്നലെ. അതിന് എനിക്ക് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഈ സാരി ഒന്ന് എടുത്തിട്ട് ഓഫീസിലേക്ക് വരും. വേദികയ്ക്ക് മാത്രമല്ലല്ലോ, എനിക്കും സാരി ഇണങ്ങുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അപ്പോഴാണ് സ്വാതി ഇന്നലെ ആമി അവളോട് നിഖിലും ദർശനും അവളെ വട്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മ വന്നത്. ഓ എൻ്റെ ആമി, അവർ ചുമ്മാ നിന്നെ വട്ടാക്കാൻ പറഞ്ഞതല്ലേ. നീയല്ലാതെ വേറെ ആരെങ്കിലും അത് കേട്ട് ഇറങ്ങിത്തിരിക്കുമോ? അവർ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല. ദേവി എന്നോട് പറഞ്ഞിട്ടുണ്ട് ദർശേട്ടന് പെൺകുട്ടികൾ സാരി ഉടുക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന്. നിന്റെ ഒരു കാര്യം. ആ പിന്നെ രാവിലത്തെ ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ ശ്രുതിയുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിനക്ക് കൂടി ഫുഡ് ഉണ്ടാക്കണമെന്ന്. നീ മുത്താണടി. ആമിയുടെ മുഖം കയ്യാൽ ഒഴിഞ്ഞുകൊണ്ട് സ്വാതി പറഞ്ഞു. ഭക്ഷണമല്ല ആരുടെ വിഷയമെന്ന് ആമിക്ക് മനസ്സിലായി. ഇങ്ങനെയൊരു പെണ്ണ്. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, ആക്രാന്തം കാണിക്കരുത്. സാധാരണ ആണുങ്ങളോട് കളിയാക്കി പറയുന്നതാണ്, പക്ഷേ നിന്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. നോക്കി നോക്കി ആ ചെക്കന് ഗർഭമുണ്ടാകാതിരുന്നാൽ ഭാഗ്യം. ഒന്ന് പോടി. എന്നാ ശരി, ബായ്. ബായടി. എങ്ങനെയുണ്ട്? കലക്കി. ശ്രുതിയും സ്വാതിയും ഒന്നിച്ചു പറഞ്ഞു. സാരിയൊക്കെ എടുത്ത് ഓഫീസിലേക്ക് വന്ന ആമിയെ നോക്കി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു രണ്ടും. അവർ മാത്രമല്ല, ഓഫീസിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം അവരുടെ ഈ പുതിയ രൂപം കണ്ട് ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ദർശേട്ടനായിട്ട് നോക്കുന്ന കണ്ണുകൊണ്ട് നോക്കിക്കേ, എന്നിട്ട് പറ. ആമി ഒന്ന് സ്റ്റൈലായി നിന്ന് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതിയോ? അപ്പോഴാണ് ഡോറിനരികിലായി കൈകെട്ടി നിൽക്കുന്ന ദർശനെ 3 പേരും കാണുന്നത്. ഒരു വളിച്ച ചിരിയോടെ ശ്രുതിയും സ്വാതിയും എഴുന്നേറ്റ് ആമിയും അവനെ തന്നെ നോക്കി നിന്നു ചമ്മലോടെ. ഫാഷൻ ഷോയൊക്കെ കഴിഞ്ഞെങ്കിൽ മാഡം ഒന്ന് റൂമിലേക്ക് വന്നാൽ കൊള്ളാമായിരുന്നു. അത്രയും പറഞ്ഞിട്ട് ദർശൻ തിരിച്ചുപോയി. എടി, അങ്ങേര് ഇവിടെ ഉണ്ടായിരുന്നെന്ന് നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? അതിന് ഞങ്ങൾ കണ്ടില്ലല്ലോ. അല്ല, സാരിയെടുത്ത് വന്നാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ. ശ്രുതി പറയുന്നത് കേട്ട് സ്വാതിയും ചിരിച്ചു. നോക്കിക്കോ, ഇതിനുള്ളത് ഞാൻ തിരിച്ചു വന്നിട്ട് തരാം രണ്ടിനും. അതിന് നീ തിരിച്ചു വന്നാലല്ലേ. രണ്ടിനെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്നും പോയി. എന്നാലും എൻ്റെ പെണ്ണെ, എന്ത് നിൽപ്പാ നീ അവിടെ നിന്നത്? നീ ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയാൽ ഈ ഓഫീസ് ഞാനൊരു മണിയറയാക്കുമല്ലോ. കുറച്ചു നേരം മുൻപ് നടന്ന കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ. മേ ഐ കമിൻ? യെസ്. കള്ളച്ചിരിയൊക്കെ മാറ്റിവെച്ച് ദർശൻ വീണ്ടും ഗൗരവത്തിലായി. എന്താ ദർശേട്ടാ? എന്താന്ന് നിനക്കറിയില്ലേ? ഓ, അവർ പോകുന്ന കാര്യമാണോ? അതെ, ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ വോയിസ് മെസ്സേജ് അയച്ചല്ലോ. അതെ, ഞാൻ ദേവിയുമായി മാറി നിൽക്കുമ്പോൾ വിച്ചുവേട്ടനോട് ദർശേട്ടൻ അതെല്ലാം പറയണം. അതിന് കറക്റ്റായിട്ട് അവിടെ അങ്ങനെയൊക്കെ തന്നെ അവർ പറയണമെന്നുണ്ടോ? അതൊക്കെ അവർ പറഞ്ഞോളും, നോക്കിക്കോ. എന്തായാലും അവരിപ്പോൾ വരുമ്പോൾ എന്നെ കാണണ്ട. ദർശേട്ടൻ അവരായിട്ട് പോകാൻ വണ്ടി ഇറങ്ങുമ്പോൾ എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് താഴെ എത്തിക്കോളാം. ശരി. പിന്നെ ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ആമി തിരിഞ്ഞു നോക്കി ചോദിച്ചു. ഈ കമ്പനിയിൽ അങ്ങനെ സ്റ്റാഫുകൾക്ക് പ്രത്യേക ഡ്രസ് കോഡുകളോ നിബന്ധനകളോ ഒന്നുമില്ല. എന്നാലും മറ്റുള്ള സ്റ്റാഫുകളെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ ഡ്രസ് ചെയ്ത് വരാതെ ഇരുന്നുകൂടെ? ആരുടെ കാര്യമാ ദർശേട്ടൻ പറയുന്നത്? അവിടെ പുറത്ത് കുറേ സ്റ്റാഫുകൾ ഇരിപ്പുണ്ട്. നീ രാവിലെ സാരി എടുത്ത് വന്നതിനെ പറ്റി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ, അവരുടെ കാര്യമാണോ? ചെറിയ സങ്കടത്തോടെ ആമി ചോദിച്ചു. അപ്പോൾ ദർശേട്ടനൊന്നും തോന്നിയില്ലേ? തോന്നി. എന്ത്? ആകാംക്ഷയോടെ ആമി ചോദിച്ചു. ഇതേ കോലത്തിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും വർക്ക് സൈറ്റിൽ കൊണ്ടുപോയി നിർത്തിയാൽ ആ ബിൽഡിങ്ങിന് കണ്ണു തട്ടില്ലെന്ന് എനിക്ക് തോന്നി. അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അവൾ ഇറങ്ങിപ്പോയി. ഈ പെണ്ണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ചിരിയോടെ അവൻ പറഞ്ഞു. എന്തായി? പൊരിച്ചെടുത്തോടി അങ്ങേര് നിന്നെ. ചെറുതായിട്ടൊന്ന് വാൺ ചെയ്തു. പിന്നെ അങ്ങേര് വിളിച്ചത് ദേവിയുടെയും വിച്ചുവേട്ടനെയും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ. പറഞ്ഞതുപോലെ അവരുടെ കാര്യം എന്തായി? അവരെത്തിയോ? നീ പറഞ്ഞതുപോലെയൊക്കെ നടക്കോടി. നടക്കാതെ പിന്നെ
ഈ വക കാര്യങ്ങൾക്കെല്ലാം എനിക്ക് നല്ല കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് ശരിയാ, പക്ഷേ സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു ശാപം കൂടി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പോടി. അവളൊരു ഫയലെടുത്ത് സ്വാതിയെ എറിഞ്ഞു. എടേ, ദർശേട്ടൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരെത്തി. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ആമി താഴേക്ക് ചെല്ലുമ്പോൾ കാറിനരികിലായി വിച്ചുവും ദർശനും ദേവിയും നിൽപ്പുണ്ട്. വിച്ചുവിൻ്റെ കയ്യിൽ ക്യാമറയുമുണ്ട്. എന്നാ ശരി, നമുക്ക് പോവാം, ദർശൻ പറഞ്ഞു. ദർശേട്ടാ, ഒരു മിനിറ്റ്. എന്താ അഭിരാമി? അത് പിന്നെ ആ വിഘ്നേഷുമായി ഇന്നാണ് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നോ? എന്നിട്ട് ഇന്നലെയൊന്നും അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. അത് ആമി ഒന്ന് നിന്ന് പരിങ്ങി. ഞാൻ മറന്നുപോയി. മറന്നുപോയോ? താൻ എന്തെങ്കിലും ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അതിന് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നതായി തെറ്റ്. ഏട്ടാ, ദേവി വിളിച്ചു. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ആ മീറ്റിംഗ് വിളിച്ച് ക്യാൻസൽ ചെയ്തേക്ക്. ഞങ്ങളിപ്പോൾ പോകാൻ പോവുകയാണ്. അയ്യോ, അത് പറ്റില്ല. ഇന്ന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് അയാൾ പ്രത്യേകം പറഞ്ഞതാ. എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞേക്ക്. കൂടി വന്നാൽ ആ വർക്ക് പോകും, അത്രയല്ലേ ഉള്ളൂ. അതങ്ങ് പോട്ടേന്ന് വെക്കാം. ഏട്ടൻ എന്താ ഈ പറയുന്നത്? നമുക്ക് വേറൊരു ദിവസം പോയാൽ പോരെ? അത് പറ്റില്ല മോളെ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ വിച്ചുവിന് ഫ്രീ ആവാൻ പറ്റില്ല. എൻ്റെ കാര്യം വിട്ടേക്ക്. താൻ മറ്റൊരു ദിവസം ദേവിയുമായി പോയി വാ. വിച്ചുവിനും ദേവിക്കും ആമിയെ കാണുമ്പോൾ പാവവും തോന്നി, ചിരിയും വരുന്നുണ്ടായിരുന്നു അവളുടെ നിൽപ്പ് കണ്ട്. അത് വേണ്ട, രണ്ടുപേരും ഇത്രയും പറഞ്ഞ് ആഗ്രഹിച്ചിട്ട്. സാരല്ലേടോ, നമുക്കൊക്കെ വർക്കല്ലേ വലുത്, വിച്ചു പറഞ്ഞു. ദർശനൊന്ന് ഞെട്ടലോടെ ആമിയെ നോക്കി. അവൾ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം. ഇവളൊരു ഭയങ്കര തന്നെ അവൻ മനസ്സിലോർത്തു. ദേവി, ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. ആമി അവളെ വിളിച്ചു. ദേവി, ഇതിപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റാ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ദർശേട്ടൻ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ വിചാരിച്ചാൽ എനിക്ക് ചീത്തയിൽ നിന്നും ഒഴിവാകാൻ പറ്റും. ദർശേട്ടനോട് നിന്നെ ചീത്ത പറയരുതെന്ന് പറയാനല്ലേ ഞാൻ പറഞ്ഞോളാം, ദേവി ചിരിയോടെ പറഞ്ഞു. അതല്ല, അതുകൊണ്ടൊന്നും കാര്യമല്ല. നീയും വിച്ചുവേട്ടനും കൂടി പോകുമോ? അതാവുമ്പോൾ നിങ്ങൾ പോയല്ലോ എന്ന് ഓർത്ത് ചീത്ത പറയില്ല. വർക്കും ക്യാൻസൽ ആവില്ല. ഞങ്ങളോ? അത് വേണ്ട, അത് ശരിയാവില്ല. ഏട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വേറൊരു ദിവസം പോയിക്കൊള്ളാം. നിന്നെ ചീത്ത പറയണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം ഏട്ടനോട്. നീയൊന്ന് വിച്ചുവേട്ടൻ്റെ കയ്യിലോട്ട് നോക്കിക്കേ. പാവം, ആള് ക്യാമറയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു കുന്നോളം സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന മനുഷ്യനാണ്. ഇപ്പോഴാ ഒന്ന് സന്തോഷിച്ചു തുടങ്ങിയത്. അത് ഇങ്ങനെയുമായി. ഞാൻ കാരണം എനിക്ക് സങ്കടാവൂടി. പറയുന്നതിനിടയ്ക്ക് അവൾ ഇടം കണ്ണിട്ട് ദേവിയെ ഒന്ന് നോക്കി. അവളുടെ മനസ്സിന് ഒരു ആട്ടമുണ്ടെന്ന് ആമയ്ക്ക് മനസ്സിലായി. എന്നാലും ഞങ്ങൾ എങ്ങനെയാ? അതിനിപ്പോൾ എന്താ കുഴപ്പം? നിങ്ങൾ തമ്മിൽ അന്ന് പരിചയപ്പെട്ടില്ലേ? പ്ലീസ് ഡാ. ശരി, പക്ഷെ ആള് സമ്മതിക്കോ? അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം. നീ റെഡിയല്ലേ? ദേവി അധികം ബലമില്ലാതെ ഒന്ന് മൂളി. ഇതേ സമയം ദർശനും വിച്ചുവുമായിട്ടുള്ള സംഭാഷണത്തിലായിരുന്നു. വിച്ചു, ഇതിപ്പോൾ ഞാൻ ആകെ പെട്ടല്ലോ. ആ പെണ്ണ് കാരണം അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏയ് പോട്ടേടോ, വിട്ടുകള. അവൾ മറന്നുപോയതല്ലേ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റൊരു ദിവസം പോ. എടാ, അത് നടക്കില്ല. ഇതിപ്പോൾ അവളെ ഒരുപാട് ഞാൻ ആശിപ്പിച്ചു. മാത്രമല്ല നിന്നെയും ആഗ്രഹിപ്പിച്ചു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അവൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ പിന്നെ അവൾ വരില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് പറ്റുമോ ചെയ്യാൻ? എന്താടാ, നീ കാര്യം പറ. വിരോധമില്ലെങ്കിൽ നീ അവളെയും കൂട്ടി പോകുമോ? ഞാനോ? അതെ, ആ പാവത്തിനെ ഞാൻ ഒരുപാട് പറഞ്ഞ് ആഗ്രഹിപ്പിച്ചു. ഒരുപാട് നാൾക്ക് ശേഷമാണ് അവളൊന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ സമ്മതിച്ചത് തന്നെ. അത് ഇങ്ങനെയുമായി. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മതി. ഇല്ലെങ്കിൽ സാരമില്ല, അവളുടെ വിധിയാകും ഇത്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇടം കണ്ണിട്ട് വിച്ചുവിനെ ഒന്ന് നോക്കി. ദേവി എൻ്റെ കൂടെ വരാൻ തയ്യാറാവോ? ഞാൻ പറഞ്ഞാൽ അവൾ സമ്മതിക്കും. എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. താങ്ക് യു സോ മച്ച്. എന്താടാ ഇത്? വാ. ദേവിയുടെ തൊട്ടടുത്ത് നിന്ന് ആമി എന്തൊക്കെയോ ദർശനോട് ചോദിച്ചു. അവനെല്ലാം ശരിയായെന്ന് ആംഗ്യം കാണിച്ചു. ദർശേട്ടനല്ലേ പോകാൻ പറ്റാത്തതുള്ളൂ. ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ. അവർക്കടുത്തേക്ക് നടന്നു വന്നിട്ട് ആമി പറഞ്ഞു. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇവൻ സമ്മതിച്ചിട്ടുണ്ട്. നിനക്ക് കൂടി സമ്മതമാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ മോളെ. ഇവൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാ ഇനി വൈകണ്ട. ഇപ്പോൾ തന്നെ 11:30 നിങ്ങൾ വേഗം പോയിക്കോ. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇവളെ ബോറടിപ്പിക്കരുത്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കണം. പിന്നെ എന്തെങ്കിലും ചെടികളൊക്കെ ഇവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം.
ഒന്നും പറയില്ല പെണ്ണ്, കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാൻ. വണ്ടിയിൽ കയറിയിരുന്നവരെ പറഞ്ഞു വിടാതെ ആമി പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞു. ദർശന് സഹിക്കട്ടെ, വിച്ചുവിനും ദേവിക്കും ചിരി വരുന്നുണ്ടായിരുന്നു അവരുടെ പറച്ചിൽ കേട്ടിട്ട്. പിന്നെ ബാക്കി നമുക്ക് വന്നിട്ട് പറയാം, അല്ലെങ്കിൽ അവരുടെ പോക്കു നടക്കില്ല, നമ്മുടെ മീറ്റിംഗും നടക്കില്ല. എന്നാ ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. അവളെ പിടിച്ചു വലിച്ച് പുറകിലേക്ക് നിർത്തി ദർശൻ പറഞ്ഞു. ദേവിയോട് പറഞ്ഞിട്ട് വിച്ചു വണ്ടിയെടുത്തു. ഇനിയുള്ള ജീവിതയാത്രയിൽ ഉടനീളം അവർ ഒന്നിച്ചായിരിക്കുമെന്ന സത്യമറിയാതെ ആമിയെ പിന്നിലേക്ക് മാറ്റി നിർത്തിയപ്പോൾ ദർശൻ അവരുടെ കയ്യിൽ പിടുത്തമുണ്ടായിരുന്നു. ദേവിയെയും വിച്ചുവിൻ്റെയും യാത്ര നോക്കി നിൽക്കുന്ന നേരം അവൻ അവളുടെ കയ്യിൽ പിടുത്തം ഒന്നുകൂടി മുറുക്കി. ഇനിയൊരിക്കലും പിടിവിടില്ല എന്ന പോലെ.